എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ അവസരമുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LIC HFL അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഫ്രഷ് ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. LIC ഹൗസിംഗ് ഫിനാൻസിൻ്റെ വിവിധ ഓഫീസുകളിലായിരിക്കും നിയമനം വരുന്നത് അപ്രൻറ്റിസായിട്ട്. ഇതൊരു ഓൺ ജോബ് ട്രെയിനിങ് ആണ്. ഇതുവഴി നിങ്ങൾക്ക് സോഫ്റ്റ് സ്കിൽസ്, ഡൊമൈൻ നോളജ്, റിയൽ ടൈം വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇത് എംപ്ലോയ്മെൻ്റ് അല്ല, പക്ഷെ നിങ്ങൾക്ക് ട്രെയിനിങ് പോലെയായിരിക്കും കിട്ടുന്നത്. അപ്രൻറ്റിസ്ഷിപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് LIC HFL പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വേക്കൻസി വരുന്നത് ആകെ 192. അപ്രന്റീസ്ഷിപ്പ് പീരീഡ് 12 മാസം. അപ്രന്റീസ്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 1 മുതലാണ്. 2025 നവംബർ 1 മുതലാണ്. മന്ത്ലി സ്റ്റൈഫൻഡ് 12,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി 20 മുതൽ 25 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ആസ് ഓൺ സെപ്റ്റംബർ 1, 2025. സെപ്റ്റംബർ 1, 2021 മുമ്പ് ഡിഗ്രി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. 2021 ശേഷം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. മുൻപ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. വേക്കൻസി വരുന്ന സിറ്റി എവിടേക്കാണെന്ന് നോക്കാം. കേരളത്തിൽ എറണാകുളം, കൊല്ലം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂരാണ് വേക്കൻസി ഉള്ളത്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NITSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. സൈറ്റ് ഇതാണ് nits.education.gov.in. അവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ലോഗിൻ സെക്ഷൻ വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. NITSൻ്റെ പോർട്ടലിൽ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പ് അഡ്വർടൈസ്മെൻറ്റ് ഓഫ് LIC HFL എന്ന് കാണാൻ പറ്റും. അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. സക്സസ്ഫുള്ളി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇമെയിൽ കിട്ടുന്നതായിരിക്കും. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എൻട്രൻസ് എക്സാം ഉണ്ട്. 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. സബ്ജക്ട്സ് ബേസിക് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഷുറൻസ് അലോങ് വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഓർ റീസണിങ് ഓർ ഡിജിറ്റൽ ഓർ കമ്പ്യൂട്ടർ ലിറ്ററസി ഓർ ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇതിലേതെങ്കിലും ആയിരിക്കും വരുന്നത്. 100 മാർക്കാണ്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 60 മിനിറ്റാണ് എക്സാം. എക്സാം പാറ്റേൺ വരുന്നത് ഓൺലൈൻ റിമോട്ട് എക്സാം ആണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെയാണ് എക്സാം എഴുതാനായിട്ട് കഴിയുന്നത്. ഓൺലൈനായിട്ട് വീട്ടിലിരുന്നാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ ഓണാക്കി വെക്കണം. നല്ല നെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. വീട്ടിലിരുന്ന് തന്നെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. എൻട്രൻസ് ഫീസ് ജനറൽ കാറ്റഗറി ആൻഡ് OBC കാറ്റഗറി ആണെങ്കിൽ 944 രൂപയാണ്. SC ST ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 708 രൂപയാണ്. PWBD കാൻഡിഡേറ്റ്സിന് 472 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനും വിളിക്കുന്നതായിരിക്കും. ഇനി ഡേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 22 ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 24. എൻട്രൻസ് എക്സാമിനേഷൻ ഒക്ടോബർ 1 വരുന്നത്. ഒക്ടോബർ 8 മുതൽ 14 വരെ ഷോർട്ട് ലിസ്റ്റായ കാൻഡിഡേറ്റ്സിനെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇൻ്റർവ്യൂവിനുമായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഒക്ടോബർ 15 മുതൽ 20 വരെ നിങ്ങളുടെ ഫൈനലായിട്ടുള്ള സെലക്ട് ആയ കാൻഡിഡേറ്റ്സിന് ഓഫർ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ഓഫർ ലെറ്റർ കിട്ടിയവർക്ക് നവംബർ 1 മുതൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് ഡേറ്റ്സ് വരുന്നത്. വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 192 വേക്കൻസിയാണ്. സ്റ്റൈഫൻഡ് 12,000 രൂപയാണ്. വേക്കൻസി നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. LIC ഹൗസിംഗ് ഫിനാൻസിൽ അപ്രൻറ്റീസായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്ന് തന്നെ പരീക്ഷ എഴുതാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.